മാധ്യമങ്ങളോട് നയൻതാരയെ പോലെ അകലം കാണിക്കുന്ന മറ്റൊരു മുൻനിര നായിക നടി ഇന്ത്യൻ സിനിമയിലില്ല. അഭിമുഖങ്ങൾ നൽകാൻ മടിക്കുന്ന നയൻതാര വർഷങ്ങളായി നോ പ്രൊമോഷൻ പോളിസിയും പിന്തുടരുന്നു. അപൂർവമായി മാത്രമേ നയൻതാരയെ പ്രൊമോഷണൽ ഇന്റർവ്യൂകളിൽ കണ്ടിട്ടുള്ളൂ. തമിഴ് സിനിമാ ലോകത്തിന് ഇതിൽ ചെറുതല്ലാത്ത നീരസമുണ്ട്. കോടികളാണ് നയൻതാരയുടെ പ്രതിഫലം. എന്നിട്ടും പ്രൊമോഷന് വരാൻ നയൻതാര മടിക്കുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഇവരുടെ ചോദ്യം. അതേസമയം പുതിയ ചിത്രം അന്നപൂർണിയുടെ പ്രൊമോഷന്റെ ഭാഗമാകാൻ നയൻതാര തയ്യാറായി. എന്നാൽ ഇതിലും ചില കടുംപിടുത്തങ്ങൾ താരത്തിനുണ്ടായിരുന്നു. അന്നപൂർണിയുടെ പ്രൊമോഷന് സിനിമയുടെ ടീം തന്നെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് എല്ലാ ചാനലുകൾക്കും നോ കോപ്പിറൈറ്റ് വീഡിയോയായി കൊടുക്കുകയായിരുന്നു. ജയ്, സംവിധായകൻ, നയൻതാര എന്നീ 3 പേർ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതാണ് വീഡിയോ. ഫലത്തിൽ നയൻതാര പ്രൊമോഷന് വന്നില്ലെന്ന വിമർശനം ഒഴിവായി. എന്നാൽ സിനിമ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. തമിഴ് സിനിമാ മാധ്യമങ്ങൾക്കും നയൻതാരയോട് നീരസമുണ്ടെന്നാണ് സൂചന. പ്രമുഖ മാധ്യമങ്ങൾക്ക് പോലും ഒരു അഭിമുഖം നടി കൊടുക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. ഇപ്പോഴിതാ നടിക്കെതിരെ സംസാരിക്കുകയാണ് തമിഴ് ഫിലിം ജേർണലിസ്റ്റ് വെഡ്രി. നയൻതാര 10 കോടി പ്രതിഫലം വാങ്ങുന്നു എന്നത് അവിശ്വസനീയമാണെന്ന് ഇദ്ദേഹം വാദിക്കുന്നു. കുമുദം എന്ന തമിഴ് മീഡിയയിൽ സംസാരിക്കുകയായിരുന്നു വെഡ്രി. നയൻതാര 10 കോടി ശമ്പളം വാങ്ങാൻ സാധ്യതയില്ല. 5 കോടി വരെ പ്രതിഫലം വാങ്ങുമെന്നാണ് ഞാൻ അറിഞ്ഞത്. ഒരു സിനിമയുടെ ബിസിനസ് നടന്നാൽ മാത്രമേ അഭിനേതാക്കൾക്ക് അതനുസരിച്ചുള്ള പ്രതിഫലം കിട്ടൂ. നയൻതാര നായിക പ്രാധാന്യമുള്ള സിനിമ ചെയ്തു തുടങ്ങിയത് നീ എങ്കെ എൻ അൻപേ എന്ന സിനിമയിലൂടെയാണ്. ആ സിനിമ ഓടിയില്ല. അതിനുശേഷം മായ എന്ന പ്രേത സിനിമ ചെയ്തു. അത് വിജയിച്ചു. അതിനുശേഷം ഓടിയ ചിത്രം അരമാണ്. അതിനുശേഷം സോളോ ഹീറോയിനായി അഭിനയിച്ച് വിജയിപ്പിച്ച സിനിമ കൊലമാവു കോകിലെ. കൊലമാവു കോകിലയ്ക്ക് ശേഷം നയൻതാര അഭിനയിച്ച ഒരു സിനിമയും ഓടിയിട്ടില്ലെന്നും വെഡ്രി ചൂണ്ടിക്കാട്ടി. ഐറ, കൊലയുതിർ കാലം, നെട്രിക്കൺ, O2 കണക്ട് എന്നീ സിനിമകളൊന്നും ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിനുശേഷമാണ് അന്നപൂർണി വന്നത്. ഒരു പരിധിവരെ നല്ല കഥ ആയിരുന്നെങ്കിലും സിനിമ റിലീസ് ചെയ്തത് തെറ്റായ സമയത്താണ്. വലിയ പ്രൊമോഷനും ആ സിനിമയ്ക്ക് നൽകിയിട്ടില്ല. തുടരെ വന്ന നയൻതാരയുടെ 5 സിനിമകൾ ഓടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് 10 കോടി രൂപ പ്രതിഫലം കൊടുക്കുകയെന്നും ജേർണലിസ്റ്റ് ചോദിക്കുന്നു. ഈ വർഷം നയൻതാരയ്ക്ക് ജവാൻ എന്ന സിനിമ മാത്രമാണ് ഹിറ്റായത്. അന്നപൂർണിയുടെ പ്രൊമോഷന് നയൻതാര തയ്യാറായത് വൈകിയാണ്. പ്രൊമോഷന് വരാൻ തയ്യാറാകണം. ജവാന്റെ പ്രൊമോഷന് പോലും നയൻതാര വന്നിരുന്നില്ലെന്നും ജേർണലിസ്റ്റ് വെഡ്രി ചൂണ്ടിക്കാട്ടി. അന്നപൂർണിക്ക് ശേഷം നടിയുടെ 1ലേറെ സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. ഗോൾഡ് ആണ് താരത്തിന്റെ അവസാനം പുറത്തിറങ്ങിയ മലയാള സിനിമ.